ഒരു കാര്യം ചെയ്യണം, ചെയ്യരുത്, ചെയ്യേണ്ടതായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബാണ് ഷുഡ്. ഷുഡിന് ശേഷം V1, അതായത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് പ്ലസ് V1 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷുഡിന് ശേഷം ഹാവ് പ്ലസ് V3 വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ചാണ്. ഈ സ്ട്രക്ചർ പൊതുവേ നമ്മൾ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അവരൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഷുഡ് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. IELTS ക്ലാസ്സസ് ഉണ്ട്, ഗ്രാമർ ആൻഡ് സ്പീക്കിംഗ് ക്ലാസ്സസും ഉണ്ട്. നിനക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്, അവർക്കുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന യു ആർ ടയേർഡ് എന്നല്ല, യു ലുക്ക് ടയേർഡ് എന്നാണ്. അതിനർത്ഥം നിനക്ക് ക്ഷീണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാഴ്ചയിൽ നീ ടയേർഡാണ്. യു ലുക്ക് ടയേർഡ്, നീ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം. ഇതൊരു അഡ്വൈസ് ആണ്. നമ്മളൊരാളെ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു കാര്യം ചെയ്യണമെന്ന് നല്ല രീതിയിൽ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. അത് മസ്റ്റിൻ്റെ അത്രയും ഫോഴ്സ്ഫുൾ അല്ല. ഷുഡ് ഉപയോഗിച്ചൊരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന അർത്ഥമില്ല, മറിച്ച് അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നീ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് റെസ്റ്റ് ഫോർ എ വൈൽ. കുറച്ചു നേരം എന്നതിന് നമുക്ക് ഫോർ എ വൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ സം ടൈം എന്നും പറയാം. യു ഷുഡ് റെസ്റ്റ് ഫോർ എ വൈൽ അല്ലെങ്കിൽ യു ഷുഡ് ടേക്ക് എ റെസ്റ്റ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ചെയ്യണം അഥവാ വിശ്രമിക്കണം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ഷുഡ് ഉപയോഗിക്കുന്നത്. ഞാൻ അവളെ ക്ഷണിക്കണോ? മറ്റൊരാളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി, അവരെന്ത് ചിന്തിക്കുന്നു എന്നെല്ലാം ചോദിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ക്വസ്റ്റ്യനിൽ ഷുഡ് ഉപയോഗിക്കും. ഞാൻ അവളെ ക്ഷണിക്കണോ എന്നെങ്ങനെയാ അപ്പോൾ ചോദിക്കുന്നത്? ഷുഡ് ഐ ഇൻവൈറ്റ് ഹെർ? ഞാൻ അവളെ ക്ഷണിക്കണോ? ഷുഡ് ഐ ഇൻവൈറ്റ് ഹെർ? നമ്മൾ അവളെ കാത്തു നിൽക്കണോ എന്ന് ചോദിക്കണമെങ്കിൽ ഷുഡ് ബി വെയിറ്റ് ഫോർ ഹെർ എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. ഷുഡ് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. അതിനുശേഷം എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അഥവാ V1 ആണ് യൂസ് ചെയ്യുന്നത് എന്നുകൂടി ശ്രദ്ധിക്കാം. പത്രത്തിൽ വായിക്കുന്നതെല്ലാം നീ വിശ്വസിക്കരുത്. ഷുഡ് ഉപയോഗിക്കുന്നത് ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ഷുഡിൻറ്റ് ഉപയോഗിക്കാം, അതായത് ഷുഡ് നോട്ട് ഉപയോഗിക്കാം. പത്രത്തിൽ വായിക്കുന്നതെല്ലാം നീ വിശ്വസിക്കരുത്. നീ വിശ്വസിക്കരുത്, യു ഷുഡ് നോട്ട് ബിലീവ്. എന്താണ് വിശ്വസിക്കാൻ പാടില്ലാത്തത്? പത്രത്തിൽ വായിക്കുന്നതെല്ലാം, എവരിത്തിങ് ദാറ്റ് യു റീഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. യു ഷുഡിൻ ബിലീവ് എവരിത്തിങ് യു റീഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. എവരിത്തിങ്ങിന് ശേഷം ദാറ്റ് എന്നൊരു റിലേറ്റീവ് പ്രൊനൗൺ കൂടി വരുന്നുണ്ട്. നമ്മളതിനെ ഇവിടെ ഒമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അതിവിടെ മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. യു ഷുഡിൻ ബിലീവ് എവരിത്തിങ് ദാറ്റ് യു റീഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ യു ഷുഡിൻ ബിലീവ് എവരിത്തിങ് യു റീഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. പത്രത്തിൽ വായിക്കുന്നതെല്ലാം നീ വിശ്വസിക്കരുത്. ഒരു കാര്യം ചെയ്യുന്നത് അത്ര നല്ലതല്ല, അത്ര ഗുണകരമായിരിക്കില്ല എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഷുഡിൻറ്റ് ഉപയോഗിക്കുന്നത്. ഷുഡ് പോലെ തന്നെ ഷുഡിൻറ്റിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്, അതായത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. യു ഷുഡിൻ ബിലീവ് എവരിത്തിങ് യു റീഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. അതുപോലുള്ള ആളുകളോട് നീ സംസാരിക്കരുത്. ഇതും ഒരു ഫ്രണ്ട്ലി അഡ്വൈസ് ആണ്. അതുപോലുള്ള ആളുകൾ എന്ന് പറയാൻ നമുക്ക് സച്ച് പീപ്പിൾ എന്ന് പറയാം. നീ സംസാരിക്കരുത്, യു ഷുഡിൻ ടോക്ക്. ടോക്കിന് ശേഷം ടു എന്ന പ്രൊപ്പോസിഷൻ കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കണം. ടെൽ, ആസ്ക്, ഈ രണ്ട് വേർബ്സിന് ശേഷവും നമ്മൾ ടു ഉപയോഗിക്കുന്നില്ല, പക്ഷേ ടോക്ക്, സ്പീക്ക്, ഈ രണ്ട് വേർബ്സിന് ശേഷവും ടു നിർബന്ധമായും ഉപയോഗിക്കണം. ടോക്ക് എന്ന് പറഞ്ഞാലും സ്പീക്ക് എന്ന് പറഞ്ഞാലും സംസാരിക്കുക എന്നാണ് അർത്ഥം. ടെൽ, സേ, ഈ രണ്ട് വേർബ്സിന്റെ അർത്ഥം പറയുക എന്നാണ്. അതുപോലുള്ള ആളുകളോട് നീ സംസാരിക്കരുത്. യു ഷുഡിൻ ടോക്ക് ടു സച്ച് പീപ്പിൾ. യു ഷുഡിൻ ടോക്ക് ടു സച്ച് പീപ്പിൾ. ആരാണോ ഒരു സെന്റൻസിൽ പറയുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത്, അവരാണ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സബ്ജക്റ്റ് ഉപയോഗിച്ച് വേണം അത് തുടങ്ങാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതിയത് അതുപോലുള്ള ആളുകളോട് നീ സംസാരിക്കരുത് എന്നാണ്. ഇതേ ഓർഡറിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് തെറ്റിപ്പോകും. ഇംഗ്ലീഷിലൊരു സെന്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് അഥവാ ഈ സെന്റൻസിൽ പറയുന്ന ആക്ഷൻ ചെയ്യേണ്ടത് നീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു എന്ന പ്രൊനൗൺ ഉപയോഗിച്ചാണ്. പലർക്കും
ഒരു സെന്റൻസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ തുടങ്ങണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസിനകത്ത് സബ്ജക്റ്റ് ആരാണ് എന്ന് മനസ്സിലാക്കുകയാണ്. സബ്ജക്റ്റ് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല, അതൊരു വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കാം. ആ സെന്റൻസ് ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ അതാണ് അതിലെ സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ മറ്റൊരു ഡെഫിനിഷൻ ആ സെന്റൻസിൽ പറയുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു ആണ് സബ്ജക്റ്റ് എന്നതാണ്. ഇവിടുത്തെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് നീ എന്ന പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. യു ഷുഡിൻ ടോക്ക് ടു സച്ച് പീപ്പിൾ. നമ്മൾ ഇതുവരെ നോക്കിയത് ഷുഡ് പ്ലസ് V1 ഉപയോഗിച്ച് എങ്ങനെ അഡ്വൈസ് നൽകാം എന്നാണ്. ഷുഡിന് ശേഷം V1 വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഇത് പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഈ സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഷുഡ് പ്ലസ് V1 ഉപയോഗിക്കും. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഷുഡ് നോട്ട് പ്ലസ് V1 ഉപയോഗിക്കും. ഷുഡ് മസ്റ്റിന്റെ അത്രയും ഫോഴ്സ്ഫുൾ അല്ല. ഒരു കാര്യം ചെയ്താൽ നല്ലതാണ് എന്ന അർത്ഥമേ അതിനുള്ളൂ. നമ്മളുടെ ഒബ്ലിഗേഷൻസിനെ കുറിച്ച്, കടമകളെ കുറിച്ച്, കർത്തവ്യങ്ങളെ കുറിച്ച് എല്ലാം പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഇത്. ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച്, അതായത് സംഭവിച്ചു പോയ കാര്യങ്ങളെ കുറിച്ച്, സംഭവിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറയുന്നതിന് വേണ്ടി നമുക്ക് ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. ഈ സ്ട്രക്ചർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നീ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ചെയ്തു, അതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഏത് മോഡൽ വേർബ്സിന് ശേഷവും ഹാവ് പ്ലസ് V3 വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. മോഡൽ വേർബ്സിന് ശേഷം V1 വരുമ്പോഴാണ് നമ്മൾ പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം ഹാവ് പ്ലസ് V3 വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും പാസ്റ്റിനെ കുറിച്ചായിരിക്കും. നിന്റെ പ്രശ്നത്തെക്കുറിച്ച് നീ എന്നോട് പറയണമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? നീ എന്നോട് പറഞ്ഞില്ല പക്ഷെ പറയേണ്ടതായിരുന്നു. ഇതൊരു തരം കുറ്റപ്പെടുത്തലാണ്. നീ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല, അതാണ് നമുക്കിവിടെ പറയേണ്ടത്. നിന്റെ പ്രശ്നത്തെക്കുറിച്ച് നീ എന്നോട് പറയണമായിരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? പ്രശ്നമല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, മറിച്ച് നീയാണ് സബ്ജക്റ്റ്. നീയാണ് ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു ഉപയോഗിച്ചാണ്. നീ എന്നോട് പറയണമായിരുന്നു. യു ഷുഡ് ഹാവ് ടോൾഡ് മീ. എന്തിനെ കുറിച്ച്? നിന്റെ പ്രശ്നത്തെക്കുറിച്ച്. എബൌട്ട് യുവർ പ്രോബ്ലം. യു ഷുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് യുവർ പ്രോബ്ലം. നിന്റെ പ്രശ്നത്തെക്കുറിച്ച് നീ എന്നോട് പറയണമായിരുന്നു. ഈ സെന്റൻസിന്റെ ആക്ച്വൽ മീനിങ് നീ പറഞ്ഞില്ല എന്നാണ്. പക്ഷെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, എന്നിട്ടും പറഞ്ഞില്ല. ഇതൊരു തരം കുറ്റപ്പെടുത്തലാണ്, ക്രിറ്റിസിസമാണ്. യു ഷുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് യുവർ പ്രോബ്ലം. നിന്റെ പ്രശ്നത്തെക്കുറിച്ച് നീ എന്നോട് പറയണമായിരുന്നു. ഹാവിന് ശേഷം എല്ലായ്പ്പോഴും V3 തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഷുഡ് ഹാവ് പ്ലസ് V3 പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഒരു കാര്യം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നീ എന്നോട് പറഞ്ഞില്ല. യു ഡിഡിന്റ് ടെൽ മീ. ഇനി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വൈ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിനുശേഷം ഓക്സിലറി വെർബായ ഡിഡ് വരും. വൈ ഡിഡിന്റ് യു ടെൽ മീ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? വൈ ഡിഡിന്റ് യു ടെൽ മീ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ടെൽ മീ നമുക്കിവിടെ ഒമിറ്റ് ചെയ്യാം. വൈ ഡിഡിന്റ് യു എന്ന് പറഞ്ഞാൽ മതി. ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പൊതുവെ ഓക്സിലറി വേർബ്സേ യൂസ് ചെയ്യുള്ളൂ. മറ്റ് ആക്ഷൻ വേർഡ്സ് എല്ലാം ഒമിറ്റ് ചെയ്യാണ് പതിവ്. എസ്പെഷ്യലി അതിന്റെ മീനിങ് അതിന് മുകളിൽ വന്ന സെന്റൻസിൽ നിന്ന് വ്യക്തമാണെങ്കിൽ. ഇവിടെ വൈ ഡിഡിന്റ് യു ടെൽ മീ എന്ന് ചോദിച്ചാൽ അത് തെറ്റല്ല, അതാണ് ഈ സെന്റൻസിന്റെ മുഴുവൻ രൂപം. ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പൊതുവെ ഓക്സിലറി വേർബ്സ് മാത്രമേ പറയാറുള്ളൂ. മെയിൻ വേർബ്സ്, ആക്ഷൻ വേർഡ്സ് ഒമിറ്റ് ചെയ്യാണ് പതിവ്. അവർ എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ എത്രയോ നേരത്തെ വരേണ്ടതായിരുന്നു. ആലോചിക്കുന്നത് എന്ന് കാണുമ്പോൾ തിങ്ക് എന്ന വെർബ് യൂസ് ചെയ്യരുത്. ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഐ വണ്ടർ. അതിന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നൊരർത്ഥമില്ല, മറിച്ച് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയില്ലേ, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഐ വണ്ടർ എന്ന സ്ട്രക്ചർ ഇംഗ്ലീഷിൽ പൊതുവെ യൂസ് ചെയ്യുന്നത്. അവർ എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? അവർ വൈകി, അല്ലെ? ദേ ആർ വെരി ലേറ്റ്, അല്ലെങ്കിൽ ദേ ആർ സോ ലേറ്റ്. എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്? വൈ ആർ ദേ സോ ലേറ്റ്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഐ വണ്ടർ, നമ്മളവിടെ വേർഡ് ഓർഡറിൽ ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഐ വണ്ടർ വൈ ദേ ആർ സോ ലേറ്റ്. നമ്മളിത് ചേർത്ത് പറയുമ്പോൾ, അതായത് ഐ വണ്ടറിന് ശേഷം ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ വൈ ആർ ദേ എന്നല്ല ചോദിക്കുന്നത്, വൈ ദേ ആർ എന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഒറിജിനൽ ക്വസ്റ്റ്യൻ വൈ ആർ ദേ സോ ലേറ്റ് എന്ന് തന്നെയാണ്. അവരെന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുന്ന സമയത്ത് പിന്നെ നമ്മളോട് ഉപയോഗിക്കുന്ന ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സെന്റൻസിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമായി വരുമ്പോൾ പിന്നെ നമുക്ക് അവിടെ സാധാരണ വേർഡ് ഓർഡർ ആണ് വരുന്നത്. അതായത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരെ.
ഐ വണ്ടർ വൈ ആർ ദേ സോ ലേറ്റ് എന്ന് ചോദിക്കരുത്. ഐ വണ്ടർ വൈ ദേ ആർ സോ ലേറ്റ് എന്ന് തന്നെ വേണം ചോദിക്കാൻ. വൈ ദേ ആർ സോ ലേറ്റ് എന്നത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യനേ അല്ല. വൈ ആർ ദേ സോ ലേറ്റ് എന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യന് തനിച്ച് നിൽക്കാൻ സാധിക്കും. പക്ഷെ വൈ ദേ ആർ സോ ലേറ്റ് എന്ന ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ മറ്റൊരു സെന്റൻസിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഐ വണ്ടർ അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. പിന്നെ ആ മെയിൻ ക്ലോസിന്റെ കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഐ വണ്ടർ വൈ ദേ ആർ സോ ലേറ്റ് എന്നതാണ്. അവർ എത്രയോ നേരത്തെ വരേണ്ടതായിരുന്നു. അവരിനിയും എത്തിയിട്ടില്ല, പക്ഷെ അവർ ഇതിനും എത്രയോ നേരത്തെ വരേണ്ടതായിരുന്നു. അവർ വന്നിട്ടില്ല, പക്ഷെ വരേണ്ടതായിരുന്നു. അതാണ് പറയേണ്ടത്. അതെങ്ങനെ പറയും? നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷെ സംഭവിച്ചിട്ടില്ല. ഇത് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. They should have arrived long ago. They should have arrived അല്ലെങ്കിൽ they should have come long ago. അവർ ഇതിനും ഒരുപാട് നേരത്തെ വരേണ്ടതായിരുന്നു, വന്നിട്ടില്ല എന്നാണ് ഈ സെന്റൻസിന് അർത്ഥം. ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു. കേൾക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ഹിയർ എന്ന വെർബ് യൂസ് ചെയ്യരുത്. ആ അർത്ഥത്തിലല്ല അത് പറയുന്നത്. മറിച്ച് ഞാൻ പറഞ്ഞത് നീ ഉൾക്കൊള്ളണമായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു. അതെല്ലാമാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപയോഗിക്കുന്ന വെർബ് ഹിയർ അല്ല, ലിസൺ ആണ്. ലിസൺ ആണ്. ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഞാനാണോ നീയാണോ? നമ്മളിവിടെ പറയുന്ന ആ ആക്ഷൻ, കേൾക്കുക എന്ന ആക്ഷൻ പെർഫോം ചെയ്യേണ്ട വ്യക്തി ആരാണ്? നീയാണ്, അല്ലെ? അപ്പൊ നീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, പ്രോപ്പർ സബ്ജക്റ്റ്. അതുപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീ കേൾക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ലിസൺഡ്. എന്താണ് കേൾക്കേണ്ടിയിരുന്നത്? ഞാൻ പറഞ്ഞത് എന്ന് മുഴുവൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. യു ഷുഡ് ഹാവ് ലിസൺ ടു മീ എന്ന് പറഞ്ഞാലും മീനിങ് വ്യക്തമാണ്. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ലിസൺ ടു വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു എന്ന് അതേ അർത്ഥത്തിൽ തന്നെ പറയണമെങ്കിൽ വാട്ട് ഐ സെഡ് എന്ന് പറയാം. ഞാൻ പറഞ്ഞത് എന്നാണ് വാട്ട് ഐ സെഡ് എന്നതിനർത്ഥം. പക്ഷേ യു ഷുഡ് ഹാവ് ലിസൺ ടു മീ എന്ന് പറഞ്ഞാലും മതി. യു ഷുഡ് ഹാവ് ലിസൺ ടു മീ അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ലിസൺ ടു വാട്ട് ഐ സെഡ്. വിശേഷിച്ചൊരു താല്പര്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും യാദൃശ്യമായി കേട്ടു അല്ലെങ്കിൽ കേൾക്കുന്നു എന്നെല്ലാം പറയാനായിട്ട് ഉപയോഗിക്കുന്ന വെർബാണ് ഹിയർ. ലിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഒരാളുടെ ഉപദേശം കേട്ടു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഐ ലിസൺ ടു ഹിസ് അഡ്വൈസ് അല്ലെങ്കിൽ ഐ ലിസൺ ടു ഹെർ അഡ്വൈസ് എന്നാണ്. യു ഷുഡ് ഹാവ് ലിസൺ ടു മീ. യു ഷുഡ് ഹാവ് ഹേർഡ് മീ അല്ല, യു ഷുഡ് ഹാവ് ലിസൺ ടു മീ. ലിസൺ എന്ന വെർബിന് ശേഷം ടു എന്നൊരു പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ടു നമ്മൾ ഉപയോഗിക്കുന്ന അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴാണ്. ഇവിടെ മീ എന്നൊരു പ്രൊനൗൺ ലിസൺ എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ലിസണിന് ശേഷം ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ടു ഉപയോഗിക്കില്ല. യു ഷുഡ് ഹാവ് ലിസൺഡ്. നീ ശ്രദ്ധിക്കണമായിരുന്നു, അതാണ് അതിനർത്ഥം. ഈ സെന്റൻസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല, അനുസരിച്ചില്ല എന്നാണ്. അതിനുള്ളൊരു കുറ്റപ്പെടുത്തലാണ്. നീ അവനെ വിശ്വസിക്കരുതായിരുന്നു. ആക്ച്വൽ മീനിങ് വിശ്വസിച്ചു എന്നതാണ്, പക്ഷെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് ഒരാളെ വിശ്വസിക്കുക എന്നതിന് ബിലീവ് എന്ന വാക്കോ ട്രസ്റ്റ് എന്ന വാക്കോ ഉപയോഗിക്കാം. രണ്ടും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഒരാൾ പറഞ്ഞത് വിശ്വസിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ മെയിൻലി ബിലീവ് യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് കുറച്ചുകൂടി ഡീപ്പറായ മീനിങ് അതിനുണ്ട്. ഒരാളെ വിശ്വസിക്കുക, അവരുടെ വാക്കുകൾ മാത്രമല്ല അവരുടെ പ്രവൃത്തിയും ഉദ്ദേശ്യവും എല്ലാം നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ട്രസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നീ അവനെ വിശ്വസിക്കരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ബിലീവ്ഡ് ഹിം അല്ലെങ്കിൽ യു ഷുഡിൻ ഹാവ് ട്രസ്റ്റഡ് ഹിം. ട്രസ്റ്റ് എന്ന വെർബിനും ബിലീവ് എന്ന വെർബിനും അർത്ഥത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏത് അർത്ഥമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ബിലീവ് എന്ന വെർബോ ട്രസ്റ്റ് എന്ന വെർബോ ഉപയോഗിക്കുക. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമായിരുന്നു. ഇവിടെയും കാത്തു നിന്നില്ല. ആ ഒരു പ്രവൃത്തിയെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് നമ്മൾ ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. വെയിറ്റ് എന്ന വെർബിന് ശേഷം ഫോർ എന്നൊരു പ്രപ്പോസിഷൻ ഉണ്ട്. അത് പലരും ഒമിറ്റ് ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. വെയിറ്റിന് ശേഷം എല്ലായ്പ്പോഴും ഫോർ എന്ന പ്രപ്പോസിഷൻ ഉണ്ട്. യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമായിരുന്നു. കാത്തു നിന്നില്ല, പക്ഷെ നിൽക്കേണ്ടതായിരുന്നു. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു. ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്നതിന് നമുക്ക് ടു മച്ച് ഫുഡ് എന്ന് പറയാം. ഐ എയ്റ്റ് ടു മച്ച് എന്ന് പറഞ്ഞാലും മതി. ടു മച്ച് ഫുഡ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. ഐ എയ്റ്റ് ടു മച്ച്. ഞാൻ ഒരുപാട് കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടു മച്ച് ഫുഡ് എന്നും പറയാം. ടു നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൈറബിൾ അല്ലാത്ത, അതായത് നല്ലതല്ലാത്ത എക്സ്ട്രീംസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ടു ഉപയോഗിക്കുന്നത്. ഇവിടെ കഴിക്കാവുന്നതിലും അധികം ഭക്ഷണം കഴിച്ചു എന്നർത്ഥത്തിലാണ് നമ്മളിവിടെ ടു ഉപയോഗിച്ചത്. നമുക്ക് ടുവിന് പകരം വേണമെങ്കിൽ വെരിയും ഉപയോഗിക്കാവുന്നതാണ്. വെരിക്ക് നെഗറ്റീവ് മീനിങ് ഇല്ല. അത് വലിയൊരു എമൗണ്ടിനെ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഐ
ate too much food. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു. ഇപ്പൊ എനിക്ക് സുഖം തോന്നുന്നില്ല. Now I am feeling sick. ഇവിടെ ഇൽ എന്ന അഡ്ജക്റ്റീവ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ആം ഫീലിംഗ് സിക്ക് എന്ന സെന്റൻസിന് അർത്ഥം എനിക്ക് ഇപ്പോൾ ഛർദ്ദിക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നാണ്. പൊതുവെ ഇംഗ്ലീഷിൽ സിക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്ന വൊമിറ്റിംഗ് സെൻസേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഒരാൾക്ക് പൊതുവെ സുഖമില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇൽ ആണ്, സിക്ക് അല്ല. ഞാൻ ഇത്രയധികം ഭക്ഷണം കഴിക്കരുതായിരുന്നു. ഒരുപാട് കഴിച്ചു, പക്ഷെ കഴിക്കാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച്. ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച്. ഇത്രയധികം ഭക്ഷണം, ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ സോ മച്ച് ഫുഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഭക്ഷണം എന്ന അർത്ഥത്തിൽ നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞത് ടു മച്ച് ഫുഡ് എന്നാണ്. രണ്ട് സെന്റൻസിലും ഫുഡ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഏറ്റ് ടു മച്ച് എന്ന് പറഞ്ഞാലും ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്ന അർത്ഥം തന്നെയാണ്. ഐ ഷുഡിൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച് അല്ലെങ്കിൽ സോ മച്ച് ഫുഡ്. ഇത്രയധികം ഭക്ഷണം ഞാൻ കഴിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ അവിടെ ഒഴിഞ്ഞ ടേബിൾസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. വി ഗോട്ട് ടു ദ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ വി റീച്ച്ഡ് ദ റെസ്റ്റോറൻറ്റ്. ഗെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷനുണ്ട്. റീച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഒരു പ്രിപ്പോസിഷനുമില്ല. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ വെൻ വി റീച്ച്ഡ് ദ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ വെൻ വി ഗോട്ട് ടു ദ റെസ്റ്റോറൻറ്റ്. അവിടെ ഒഴിഞ്ഞ ടേബിൾസ് ഒന്നും ഇല്ലായിരുന്നു. ദർ വർ നോ ഫ്രീ ടേബിൾസ്. വെൻ വി ഗോട്ട് ടു ദ റെസ്റ്റോറൻറ്റ് ദർ വർ നോ ഫ്രീ ടേബിൾസ്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ദർ ഈസ് അല്ലെങ്കിൽ ദർ വാസ്, ദർ ആർ, ദർ വർ. ഇതെല്ലാം ഇവിടെ ടേബിൾസ് എന്നത് പ്ലൂറൽ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വേർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചത്. വേർ ഉപയോഗിക്കാൻ മറ്റൊരു കാരണം നമ്മളിവിടെ പറയുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് എന്നതാണ്. ദർ ആർ നോ ഫ്രീ ടേബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ഒഴിഞ്ഞ ടേബിൾസ് ഇല്ല എന്നാണ്. ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ദർ വേർ എന്ന് വേണം പറയാൻ. വെൻ വി ഗോട്ട് ടു ദ റെസ്റ്റോറൻറ്റ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ ദർ വേർ നോ ഫ്രീ ടേബിൾസ്. നമ്മൾ പറയുന്നത് പാസ്റ്റിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പാസ്റ്റ് ടെൻസസ് തന്നെ എല്ലാ ക്ലോസസിലും യൂസ് ചെയ്യാം. വെൻ വി ഗോട്ട് ടു ദ റെസ്റ്റോറൻറ്റ് ദർ വേർ നോ ഫ്രീ ടേബിൾസ്. ഞങ്ങളൊരു ടേബിൾ റിസർവ് ചെയ്യണമായിരുന്നു. റെസ്റ്റോറൻറ്റ് ഇത്ര ബിസി ആവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ റിസർവ് ചെയ്യുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. നമ്മളൊരു കാര്യം ചെയ്യണമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. നമ്മളൊരു ടേബിൾ റിസർവ് ചെയ്യണമായിരുന്നു. വി ഷുഡ് ഹാവ് റിസർവ്ഡ് എ ടേബിൾ. വി ഷുഡ് ഹാവ് റിസർവ്ഡ് എ ടേബിൾ. നമ്മളൊരു ടേബിൾ റിസർവ് ചെയ്യണമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഞാൻ അവളുടെ നമ്പർ എഴുതി വെക്കേണ്ടതായിരുന്നു. നമ്പർ എഴുതി വെക്കുക എന്നതിന് നമുക്ക് റൈറ്റ് ഡൗൺ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ഞാൻ അവളുടെ നമ്പർ എഴുതി വെക്കേണ്ടതായിരുന്നു. ഞാൻ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. I should have written down her number. I should have written down her number. ഞാൻ അവളുടെ നമ്പർ എഴുതി വെക്കേണ്ടതായിരുന്നു. I should have written down her number. ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല. Now I can't remember it അല്ലെങ്കിൽ Now I don't remember it. Now നമുക്ക് ആദ്യം ഉപയോഗിക്കാം അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാം. ടൈം എക്സ്പ്രഷൻസ് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. അത് ആദ്യം വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആ ഒരു ടൈം എക്സ്പ്രഷന് മുകളിൽ വരും എന്ന് മാത്രം. ഞാൻ ഇത്ര കെയർലെസ് ആവരുതായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഐ വാസ് വെരി കെയർലെസ് അല്ലെ. ഞാൻ വളരെ കെയർലെസ് ആയിരുന്നു, പക്ഷെ അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു ആക്ഷനെ കുറിച്ചല്ല പറയുന്നത്. കെയർലെസ് ആവുക എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഐ വാസ് കെയർലെസ് എന്ന സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻ വെർബ് അല്ല, മറിച്ച് നമ്മൾ വാസ് എന്ന പ്രൈമറി ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്. അത് ഈ സെന്റൻസിൽ മെയിൻ വെർബായിട്ടാണ് വന്നിട്ടുള്ളത്, ഓക്സിലറി വെർബ് ആയിട്ടല്ല. ഐ വാസ് കെയർലെസ്. പക്ഷെ ഞാൻ ഇത്രയും കെയർലെസ് ആവരുതായിരുന്നു എന്നെങ്ങനെയാണ് അപ്പോൾ പറയുന്നത്? വാസ് എന്ന് പറയുന്നത് ബി എന്ന വെർബിന്റെ ഒരു ഫോമാണ്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഈസ്, ആം, ആർ, വാസ്, വർ, ഈ 5 വേർബ്സിന്റെ ഒരു ഫാമിലിക്കാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ആ ഫാമിലിയിൽ വരുന്ന ആയിരുന്നു എന്ന അർത്ഥം വരുന്ന ഒരു പ്രൈമറി ഓക്സിലറി വെർബാണ് വാസ്. അതിന്റെ V3 ബീൻ ആണ്. വാസ് ബിയുടെ ഒരു ഫോമാണ്. അതിന് സ്വന്തമായി ഒരു V3 ഇല്ല. അതിന്റെ V3 ബീൻ ആണ്. മറ്റു പ്രൈമറി ഓക്സിലറീസ് ആയ ഈസ്, ആം, ആർ, വാസ്, വർ ഇതിന്റെ എല്ലാം V3 ബീൻ തന്നെയാണ്. ഷുഡ് ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ, അതായത് ഇത്ര കെയർലെസ് ആവരുതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഷുഡ് ഹാവിന് ശേഷം ഒരു V3 വേണം. ഇവിടെ ആക്ഷൻ വേർബ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ വാസ് എന്ന ഓക്സിലറി വെർബിന്റെ V3 ആയ ബീൻ ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഐ ഷുഡിൻ ഹാവ് ബീൻ സോ കെയർലെസ്. ഐ ഷുഡിൻ ഹാവ് ബീൻ സോ കെയർലെസ്. ഞാൻ ഇത്ര കെയർലെസ് ആവരുതായിരുന്നു. അതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? ഐ വാസ് കെയർലെസ്. ഞാൻ കെയർലെസ് ആയിരുന്നു. വാസിന് പകരമാണ് നമ്മളിവിടെ ബീൻ ഉപയോഗിക്കുന്നത്. വാസിന്റെ V3 ആണ് ബീൻ. ഐ ഷുഡിൻ ഹാവ് ബീൻ സോ കെയർലെസ്. ഹാവിന് ശേഷം എല്ലായ്പ്പോഴും നമുക്കൊരു V3 നിർബന്ധമായി ഉപയോഗിക്കണം.
അവിടെ ആ V3 ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയെ കുറിച്ചായിരിക്കും, സ്റ്റേറ്റിനെ കുറിച്ചായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഹാവിന് ശേഷം ബീൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. നീ അവളോട് ഇത്ര പരുഷമായി പെരുമാറരുതായിരുന്നു. വളരെ റൂഡായാണ് പെരുമാറിയത്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ അവളോട് വളരെ റൂഡായിരുന്നു അല്ലെ. യു വേർ വെരി റൂഡ് ടു ഹെർ. നീ അവളോട് വളരെ റൂഡായിരുന്നു. അങ്ങനെ ആവരുത് എന്ന് പറയണം. ഇവിടെയും നമുക്ക് ആക്ഷൻ വേർബ്സ് ഒന്നും തന്നെയില്ല. യു വേർ റൂഡ് ടു ഹെർ. നീ അവളോട് വളരെ മോശമായാണ് പെരുമാറിയത്. ഇനി അതങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഇവിടെയും മറ്റ് ആക്ഷൻ വേർബ്സ് ഇല്ലാത്തത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബീൻ തന്നെയാണ്. യു ഷുഡിൻ ഹാവ് ബീൻ സോ റൂഡ് ടു ഹെർ. യു ഷുഡിൻ ഹാവ് ബീൻ സോ റൂഡ് ടു ഹെർ. നീ അവളോട് ഇത്ര പരുഷമായി പെരുമാറരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ബീൻ. അത് അവളെ ശരിക്കും വിഷമിപ്പിച്ചു. ഇറ്റ് റിയലി ഹേർട്ട് ഹെർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് റിയലി അപ്സെറ്റ് ഹെർ എന്ന് പറയാം. ഇറ്റ് റിയലി അപ്സെറ്റ് ഹെർ. അത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു, ശരിക്കും വിഷമിപ്പിച്ചു. അപ്സെറ്റ് എന്ന വെർബിന്റെ 3 ഫോമും അപ്സെറ്റ് തന്നെയാണ്. ഇറ്റ് റിയലി അപ്സെറ്റ് ഹെർ അല്ലെങ്കിൽ ഇറ്റ് റിയലി ഹേർട്ട് ഹെർ. ഹേർട്ട് എന്ന വെർബിന്റെ 3 ഫോമും ഹേർട്ട് തന്നെയാണ്. യു ഷുഡിൻ ഹാവ് ബീൻ സോ റൂഡ് ടു ഹെർ. റൂഡ് എന്ന അഡ്ജക്റ്റീവിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൈൻഡ്, റൂഡ്, പൊളൈറ്റ് ഇതിനെല്ലാം ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. യു ഷുഡിൻ ഹാവ് ബീൻ സോ റൂഡ് ടു ഹെർ. നീ ഒരു ഡോക്ടറെ കാണേണ്ടതായിരുന്നു. കണ്ടില്ല, പക്ഷെ കാണേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് സീൻ എ ഡോക്ടർ അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ. യു ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ. സി എന്ന് പറഞ്ഞാലും മതി. യു ഷുഡ് ഹാവ് സീൻ എ ഡോക്ടർ. നല്ലൊരു പാർട്ടി ഇന്നലെ നിനക്ക് നഷ്ടമായി. ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതിന് പക്ഷെ നീ വന്നില്ല. നിനക്ക് ആ പാർട്ടി നഷ്ടമായി. അതാണ് നമുക്കിവിടെ പറയേണ്ടത്. നിനക്ക് നഷ്ടമായി. യു മിസ്ഡ്. എന്താണ് നഷ്ടമായത്? എ ഗ്രേറ്റ് പാർട്ടി. എപ്പോൾ? ഇന്നലെ. ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി. യു മിസ്ഡ് എ ഗ്രേറ്റ് പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി. ഇന്നലെ എന്നതിന് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ ഇന്നലെ രാത്രി എന്ന അർത്ഥത്തിലാണ് ഈ സെന്റൻസ് എഴുതിയിട്ടുള്ളത്. യു മിസ്ഡ് എ ഗ്രേറ്റ് പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി നിനക്ക് നല്ലൊരു പാർട്ടി നഷ്ടമായി. നീ വരണമായിരുന്നു, അതായത് നീ ആ പാർട്ടിക്ക് വരേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് കം. നീ വരേണ്ടതായിരുന്നു, വരണമായിരുന്നു. വന്നില്ല എന്നർത്ഥം. യു മിസ്ഡ് എ ഗ്രേറ്റ് പാർട്ടി ലാസ്റ്റ് നൈറ്റ്. യു ഷുഡ് ഹാവ് കം. വൈ ഡിഡിൻറ്റ് യു. എന്തുകൊണ്ട് വന്നില്ല? വൈ ഡിഡിൻറ്റ് യു കം. അതാണ് ഈ ക്വസ്റ്റിന്റെ മുഴുവൻ ഫോം. കം എന്ന ആക്ഷൻ വേർഡ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വൈ ഡിഡിൻറ്റ് യു എന്ന് പറഞ്ഞാലും മതി. ഞാനൊരു ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഇത് പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് എ ജോബ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് എ ജോബ്. ഞാൻ ഒരു ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. അല്ലെങ്കിൽ ഐ ഹാവ് ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ ജോബ് എന്നും പറയാം. ഇവിടെ നമുക്കിത് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച് പറയാം. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് എ ജോബ്. ഞാൻ പഠനം പാതി വഴിയിൽ നിർത്തരുതായിരുന്നു. അതിന് കാരണമായി പറയുന്നത് പഠനം കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ്. നമ്മൾ കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠനം പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ചത് നിർത്തി പോരുന്നതിനെ കുറിച്ച് പറയാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഡ്രോപ്പ് ഔട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം. ഐ ഷുഡിൻ ഹാവ് ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് കോളേജ്. ഐ ഷുഡിൻ ഹാവ് ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് കോളേജ്. ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നാണ് അർത്ഥം. അതിനുശേഷം എവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് എന്ന് പറയണമെങ്കിൽ അതിന്റെ കൂടെ ഓഫ് എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഐ ഷുഡിൻ ഹാവ് ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് കോളേജ്. ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഇവിടെ നിർബന്ധമായി ഉപയോഗിക്കണം. ഐ ഷുഡിൻ ഹാവ് ഡ്രോപ്പ്ഡ് ഔട്ട് കോളേജ് എന്ന് പറഞ്ഞാൽ പോരാ. ഐ ഷുഡിൻ ഹാവ് ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് കോളേജ്. ഞാൻ അവനെ വിളിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ വിളിക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് ഫോൺഡ് ഹിം. ഞാൻ അവനെ വിളിക്കേണ്ടതായിരുന്നു. ബട്ട് ഐ ഫോർഗോട്ട്. പക്ഷേ ഞാൻ മറന്നു. ബട്ട് ഐ ഫോർഗോട്ട് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം ബട്ട് ഐ ഫോർഗോട്ട്. പക്ഷെ ഞാനത് മറന്നു. നീ നിന്റെ കാർ അവന് കടം കൊടുക്കരുതായിരുന്നു, കടം നൽകരുതായിരുന്നു. നമ്മുടെ ഒരു വസ്തു നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നതിനെ കുറിച്ച് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബാണ് ലെൻഡ്. മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കുന്ന വെർബാണ് ബൊറോ. ഇപ്പൊ ലെൻഡ് എന്ന് പറയുമ്പോൾ കടം നൽകുക, ബൊറോ എന്ന് പറയുമ്പോൾ കടം വാങ്ങിക്കുക. നമ്മൾ നമ്മുടെ കാർ ഒരാൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ കാർ കടം നൽകി എന്ന് പൊതുവെ അങ്ങനെ പറയാറില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ബൊറോ, ലെൻഡ് ഈ രണ്ട് വേർബ്സ് ഉപയോഗിച്ചാണ് അവർ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാം. നീ നിന്റെ കാർ അവന് കടം കൊടുക്കരുതായിരുന്നു, അതാണ് പറയേണ്ടത്. നീയാണ് സബ്ജക്റ്റ്, നീയാണ് കടം നൽകിയത്, പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. യു ഷുഡിൻ ഹാവ് ലെൻഡ് ഹിം യുവർ കാർ. യു ഷുഡിൻ ഹാവ് ലെൻഡ് ഹിം യുവർ കാർ. ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ഇവിടെ ലെൻഡ് എന്ന വെർബിന് ശേഷം രണ്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഹിം എന്നൊരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, യുവർ കാർ എന്നൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. ചില ഇംഗ്ലീഷ് വേർബ്സിന് രണ്ട് ഒബ്ജക്റ്റ് കാണും.
ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിലെ ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അതെപ്പോഴും ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുക. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒരു വസ്തുവോ ഒരു ആശയമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ പൊതുവെ ഈ സെന്റൻസ് പറയുമ്പോഴും എഴുതുമ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരുന്ന രീതിയിലാണ് പറയുക. യു ഷുഡിൻ ഹാവ് ലെൻഡ് ഹിം യുവർ കാർ. ഇവിടെ ലെൻഡ് എന്ന വർബിന് ശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി ഹിം വന്നു. പിന്നെ അതിന് ശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റായി യുവർ കാർ വരുന്നത്. നമുക്കിതിന്റെ വേർഡ് ഓർഡർ മാറ്റാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി അവിടെ ഉപയോഗിക്കേണ്ടി വരും. നമുക്കിത് ഇങ്ങനെയും പറയാം. യു ഷുഡിൻ ഹാവ് ലെൻഡ് യുവർ കാർ ടു ഹിം. അവന്, ടു ഹിം എന്ന് പറയുമ്പോൾ അവന്. യു ഷുഡിൻ ഹാവ് ലെൻഡ് യുവർ കാർ ടു ഹിം. നിന്റെ കാറ് നീ അവന് കടം കൊടുക്കരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ലെൻഡ്. LENT എന്നത് ഈ വെർബിന്റെ, ലെൻഡ് എന്ന വെർബിന്റെ V3 ആണ്. ഇതിന്റെ ഫസ്റ്റ് ഫോം LEND ആണ്. യു ഷുഡിൻ ഹാവ് ലെൻഡ് ഹിം യുവർ കാർ അല്ലെങ്കിൽ യു ഷുഡിൻ ഹാവ് ലെൻഡ് യുവർ കാർ ടു ഹിം. നീ എന്നെ എത്ര നേരത്തെ ഉണർത്തരുതായിരുന്നു. എന്നെ നേരത്തെ എഴുന്നേൽപ്പിച്ചു അല്ലെങ്കിൽ ഉണർത്തി, പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. യു ഷുഡിൻ ഹാവ് വോക്കൺ മീ അപ്പ് സോ ഏർലി. വോക്കൺ എന്നത് വേക്ക് എന്ന വെർബിന്റെ V3 ആണ്. ഷുഡിൻ ഹാവിന് ശേഷം നമുക്ക് V3 തന്നെ വേണം ഉപയോഗിക്കാൻ. യു ഷുഡിൻ ഹാവ് വോക്കൺ മീ അപ്പ് ഏർലി. വേക്കപ്പ്, ഗെറ്റപ്പ് ഇതെല്ലാം ഫ്രേസൽ വേർബ്സ് ആണ്. വേക്കപ്പ് എന്ന് പറയുമ്പോൾ ഉണരുക. ഇവിടെ അത് ഉണർത്തുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യു ഷുഡിൻ ഹാവ് വോക്കൺ മീ അപ്പ്. ആരെയോ ഉണർത്തുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. എന്നെ ഉണർത്താൻ പാടില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്നെ എന്നതിന് മീ എന്ന പ്രൊനൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ വേക്കപ്പ് എന്ന ആ ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റ് ആയി വന്നിട്ടുള്ളത് മീ എന്ന പ്രൊനൗൺ ആണ്. ഇങ്ങനെ ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റ് ആയി ഒരു പ്രൊനൗൺ വരുന്ന സമയത്ത് ആ പ്രൊനൗൺ നമ്മൾ ആ ഫ്രേസൽ വെർബിന് ഇടയിലാണ് ഉപയോഗിക്കുക. യു ഷുഡിൻ ഹാവ് വോക്കൺ മീ അപ്പ്. യു ഷുഡിൻ ഹാവ് വോക്കൺ അപ്പ് മീ അല്ല, വോക്കൺ മീ അപ്പ്. മീ എന്നത് ആ ഫ്രേസൽ വെർബിന് ഇടയിൽ വരും. ഏത് പ്രൊനൗണും ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റ് ആയ ഒരു പ്രൊനൗൺ വരുമ്പോൾ അത് ആ ഫ്രേസൽ വെർബിന് ഇടയിൽ തന്നെ വേണം ഉപയോഗിക്കാം. ഒബ്ജക്റ്റ് ഒരു നൗണോ അല്ലെങ്കിൽ ഒരു ING ഫോമോ എല്ലാം ആവുന്ന സമയത്ത് അത് പൊതുവെ നമ്മൾ ആ ഫ്രേസൽ വെർബിന് ശേഷമാണ് ഉപയോഗിക്കുക. യു ഷുഡിൻ ഹാവ് വോക്കൺ മീ അപ്പ് സോ ഏർലി. എനിക്ക് ഇന്ന് ജോലിക്ക് പോവേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു വർക്ക് ടുഡേ. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു വർക്ക് ടുഡേ. ഐ ഡോണ്ട് ഹാവ് ടു പറയുന്നത് ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഷുഡ് ഉപയോഗിച്ച് ഷുഡ് പ്ലസ് V1 അതുപോലെ തന്നെ ഷുഡ് ഹാവ് പ്ലസ് V3 ഇത് ഉപയോഗിച്ച് എങ്ങനെ കാര്യങ്ങൾ പറയാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഷുഡിന് ശേഷം V1 വരുമ്പോൾ നമ്മൾ പറയുന്ന പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുമാണ്. വളരെ ഫ്രണ്ട്ലി ആയ നല്ല ഉദ്ദേശത്തോടു കൂടി അഡ്വൈസ് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. ഷുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടി, ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണിത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.